അതിൽ സിബി സാറ് പറയുന്നുണ്ട്, ഇവരെ ചേർത്ത് പിടിച്ച് കൊല്ലാൻ പോകുന്ന സമയത്ത് അയാളുടെ കണ്ണിലൊരു തിളക്കം കാണാം, ഒരു ഉന്മാദിയുടെ, ഒരു 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 സൈക്കോപാത്തിൻ്റെ തുടങ്ങുന്ന സമയത്ത് അയാളുടെ മാനസികാവസ്ഥ ചേഞ്ച് ആവുന്ന സമയത്ത് ഒരാളുടെ കണ്ണിലുണ്ടാകുന്ന ഒരു നനവ്, ഒരു തിളക്കം സിബി സാറ് ശ്രദ്ധിക്കുന്നു. മേക്കപ്പ് മാനെയൊക്കെ വിളിച്ചത് ഗ്ലിസറിൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പലരും ഇവർ ചോദിക്കുമ്പോഴും ഇല്ല എന്നാണ് അഭിപ്രായം. അപ്പോൾ തന്നെ സിബി സാറിന് ചെറിയ പേടി വരുന്നത്. കാരണം ഇതാണ് മോഹൻലാൽ. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അയാളുടെ കണ്ണുകളിലും അയാളുടെ ഹൃദയത്തിലും അയാൾ മറ്റൊരു കഥാപാത്രമായിട്ട് മാറി, അയാളും സത്യനാഥൻ എന്ന് പറയുന്ന കഥാപാത്രവും അയാളുടെ ആ മാനസിക വ്യാപാരങ്ങളിലേക്ക് അറിയാതെ അയാൾ ഇഴചേർന്ന് പോകുന്നു എന്നുള്ളതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടന വിസ്മയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് എപ്പോഴും ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക്, അതുവരെ ജീവിതം വേണ്ട, ഞാൻ മരിക്കപ്പെടേണ്ടവനാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പതുക്കെ ജീവിക്കാം ഇനി എന്നൊക്കെയുള്ളൊരാഗ്രഹം വരുന്നതും അതിന് ചെറിയൊരു ലാഞ്ചന മനസ്സിൽ വരുന്നതും ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്.